നമസ്കാരമുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് ഹൗസിംഗ് പ്ലോട്ടുകളാണ്. ഒന്ന് 6.5 സെൻറ്റും മറ്റൊന്ന് 6.25 സെൻറ്റും. ഇത് സ്ഥിതി ചെയ്യുന്നത് വാളക്കാട് നിന്ന് വടക്കോട്ട് മാറി ഒരു 600 മീറ്റർ അല്ലെങ്കിൽ മാക്സിമം 700 മീറ്റർ വടക്കോട്ട് മാറുമ്പോഴാണ് ഈ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. ആറ്റിങ്ങൽ 3 മുക്കിൽ നിന്ന് വാളക്കാട്ടത്തേക്ക് 5 കിലോമീറ്ററും വെഞ്ഞാറമൂട് നിന്ന് വാളക്കാട്ടത്തേക്ക് 5 കിലോമീറ്ററുമാണ്. ഈ കാണുന്ന പ്ലോട്ടുകളെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടുകളാണ്. പുതുതായിട്ട് അവിടെ ഡെവലപ്മെൻറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചില വീടുകൾ കംപ്ലീറ്റായി, ചില വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരവസ്ഥയിലാണ് ഈ സ്ഥലം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ എല്ലാം ഡെവലപ്മെൻറ്റ്സുകൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന പ്ലോട്ടുകൾ 2 പ്ലോട്ടാണ് നമ്മൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. 6.5 സെൻറ്റും 6.25 സെൻറ്റും. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. വാളക്കാട് ജംഗ്ഷനിൽ, ആറ്റിങ്ങിൽ നിന്ന് വരുമ്പോൾ വാളക്കാട് ജംഗ്ഷനിൽ ബേക്കറിയുടെ സൈഡിലൂടെ ഒരു പോക്കറ്റ് റോഡുണ്ട്. ആ പോക്കറ്റ് റോഡ് കയറി മുന്നോട്ട് വന്ന് വലതോട്ട് തിരിഞ്ഞ് ഒരു 600 മീറ്റർ എത്തുമ്പോഴത്തേക്കും നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയും. ഇതാണ് ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. അവിടെ നിന്ന് ഒരു 50 മീറ്ററൂടെ മുന്നോട്ട് മാറുമ്പോഴത്തേക്ക് പുതിയ വീടുകൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൂടെ ഒരു റോഡുണ്ട്. ഇവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഇത് 2 പ്ലോട്ടുകളാണ്. ഈ കാണുന്ന 2 പ്ലോട്ടാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. 6.5 സെൻറ്റും 6.25 സെൻറ്റും. ഇതിൻ്റെ പരിസരങ്ങളിലെല്ലാം പുതിയ നിർമ്മിതികളെല്ലാം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ചേർന്നാണ് നമ്മൾ ഈ കണ്ട മറ്റ് പ്ലോട്ടുകൾ വികസിപ്പിച്ച് അവിടെ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് നെഗോഷ്യബിൾ പ്രൈസാണ്. മാന്യമായ ഒരു വിലയിൽ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താം. നന്ദി, നമസ്കാരം.